ഇന്ന് മൈക്രോസ്കോപ്പിലൂടെ മറ്റൊരു ലോകമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ പഞ്ചസാര മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ മറ്റൊരു പ്രപഞ്ചമായിട്ടേ നിങ്ങൾക്ക് തോന്നൂ. കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില നിവാസികളെയും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ പഞ്ചസാരയ്ക്ക് ഇത്രയും ഭംഗി ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? മൈക്രോസ്കോപ്പിലൂടെ രക്തത്തെ അധിക നേരം നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ മയങ്ങിപ്പോകും. ഒരു തേനീച്ചയെ ഡിജിറ്റൽ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നിങ്ങൾ കാണുന്നത് ഇതായിരിക്കും. തേനീച്ചകൾക്ക് അവയുടെ മുഖത്ത് ഭക്ഷണവും വെള്ളവും മറ്റു ലിക്വിഡ്സും വലിച്ചു കുടിക്കാനുള്ള പ്രോബസ്കസ് എന്ന പ്രത്യേക അവയവമുണ്ട്. പൂച്ചകൾ ശരീരം വൃത്തിയാക്കുന്നത് പോലെയാണ് തേനീച്ചയും അതിൻ്റെ പ്രോബസ്കസ് വൃത്തിയാക്കുന്നത്. മൈക്രോസ്കോപ്പിലൂടെ ഒരു മൈക്രോചിപ്പിനെ കാണുമ്പോൾ നമ്മൾ ഒരു കുടുക്ക് വഴികളിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ തോന്നും. ഇത് സിനിമയിലെ വിഷ്വൽ എഫക്ട്സ് ഒന്നുമല്ല, ഒരു ഉപ്പ് ലായനിയാണ്. കോൺഫ്ലവർ മൈക്രോസ്കോപ്പിലൂടെ കണ്ടാൽ നിങ്ങൾ പിന്നെ ഇത് മേടിക്കാനൊന്നും മടിക്കും. ബെഡ്ഷീറ്റ്, ബെഡ്, കാർപ്പറ്റ്, ഫർണിച്ചറുകളിലും ജീവിക്കുന്ന ഡസ്റ്റ് മൈറ്റ്സിനെ മൈക്രോസ്കോപ്പിലൂടെ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ വീടുകളിൽ ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പുതപ്പിൻ്റെ അവസ്ഥ ഇതായിരിക്കും. കൂടാതെ ബെഡ്ഷീറ്റിലും ഇവയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പൊടിയുള്ള എവിടെയും ഇതുണ്ടാവും. നിക്കോറ്റിനിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നത്. ഇതിൻ്റെ ക്രിസ്റ്റൽസ് മൈക്രോസ്കോപ്പിലൂടെ കണ്ടാൽ ഒരു ഡിസ്കോ ലൈറ്റ് ആയിട്ടേ തോന്നൂ. ഇത് എന്താണെന്ന് ഗസ് ചെയ്യാമോ? പുഴയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ അതിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസങ്ങളാണിത്. ഒച്ച് വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ? മഞ്ഞ് മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ പ്രകൃതിയാണ് ഏറ്റവും നല്ല ആർട്ടിസ്റ്റ് എന്ന് നമുക്ക് തോന്നിപ്പോകും. കണ്ണീർ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് ഇതായിരിക്കും. ഇത് സങ്കടം വരുമ്പോഴുള്ള കണ്ണീരാണ്. എന്നാൽ സന്തോഷത്തിൻ്റെ കണ്ണീര് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ വ്യത്യാസത്തിന് കാരണം നമ്മൾക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വ്യത്യസ്ത കെമിക്കലുകളാണ് റിലീസ് ചെയ്യുന്നത്. റാസ്ബെറി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ ഇങ്ങനെ ചില ജീവജാലങ്ങളെ കാണാം.
നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഫോർക്കും സ്പൂണുമൊക്കെ വൃത്തിയായി കഴുകിയാലും അതിൻ്റെ അവസ്ഥ ഇതായിരിക്കും. സ്ക്വിഡ് അവയുടെ പാറ്റേണും കളറും പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന ജീവിയാണ്. എന്നാൽ മൈക്രോസ്കോപ്പിലൂടെ ഈ പ്രതിഭാസം കാണാൻ അതിലും ഭംഗിയാണ്. ഫോണിൻ്റെ ഡിസ്പ്ലേ പലതവണ മാഗ്നിഫൈ ചെയ്താൽ നിങ്ങൾ കാണുന്നത് ഇതായിരിക്കും. നിങ്ങളുടെ ഫോണിലെ ഏറ്റവും വൃത്തികേടായ സ്ഥലം സ്പീക്കർ, പ്ലഗ് കൂടാതെ നമ്മൾ സ്ഥിരമായി തൊടുന്ന ഭാഗങ്ങളുമാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായും നിങ്ങൾ അവിടമൊക്കെ വൃത്തിയാക്കും. ഇതൊക്കെ എന്താണെന്ന് ഗസ് ചെയ്യാമോ? ഗ്ലിറ്റർ, മരക്കഷ്ണങ്ങൾ, പ്ലാസ്റ്റിക് കഷ്ണം. ഉറുമ്പുകൾക്ക് രോമമുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാമായിരുന്നു? കൂടാതെ അവയുടെ ചിറകുകൾ ലോഹക്കല്ല് വെച്ച് നിർമ്മിച്ചതാണെന്നേ തോന്നൂ. ഹ്യൂമൻ സ്പേം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ മറ്റൊരു ലോകം തന്നെ കാണാം. ചികിത്സിച്ചിട്ടില്ലാത്ത ഒരു മുറിവിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണിത്. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് തുള്ളികൾക്ക് മുന്നിൽ ഇവയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. പ്രകൃതി നല്ലൊരു ആർട്ടിസ്റ്റാണ് എന്നതിനുള്ള തെളിവാണിത്. ഇത് വിറ്റാമിൻ സി പോളറൈസ്ഡ് ലൈറ്റ് അടിക്കുമ്പോൾ വളരുന്നതാണിത്. അത്തിപ്പഴം സ്നേഹികൾക്കുള്ളതാണ് ഈ വീഡിയോ. ഈ സസ്യത്തിൻ്റെ പരാഗണത്തിന് കാരണക്കാരായ ചെറുപ്രാണികളിൽ കണ്ടുവരുന്ന നീമറ്റോഡ്സ് എന്ന പാരസൈറ്റാണിത്. ഇവ ഈ ചെറുപ്രാണികൾ വഴി അത്തിപ്പഴത്തിൽ കയറിക്കൂടും. ഇത് വളർന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം വെറുക്കുന്ന ഒരു ജീവിയായി മാറും. ഇത് കൊതുകാണ്. കൊതുകിൻ്റെ ജനനം മുതൽ അത് പൂർണ്ണ വളർച്ച എത്തുന്നത് വരെയുള്ള ഘട്ടങ്ങളാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.